ഹായ്. ഇതുവരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മളെ രോഗങ്ങളെ എങ്ങനെ മാറ്റാമെന്നുള്ള അക്യുപ്രഷർ പോയിൻറ്റ്സ്, ഹോം റെമഡീസ്. ഇതും ഒരു ഹോം റെമഡിയാണ്. എന്നാലും നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ജാം എങ്ങനെ ഉണ്ടാക്കുക, നാച്ചുറലായിട്ടുള്ള ജാം, നമുക്ക് നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പാരമ്പര്യമായിട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഇത് ഗ്യാസ് ട്രബിളിന് പറ്റും, ഹൈ ബി പിക്ക് ഏറ്റവും നല്ല റിസൾട്ട് ഉള്ളതാണ്. അതുമാത്രമല്ല, ഗ്യാസ് എന്ന് പറയുമ്പോൾ സ്ട്രെസ്സ് കാരണം വരുന്ന ഗ്യാസും ഏത് തരം ഗ്യാസ് ആയിക്കോട്ടെ, അൾസർ ആയിക്കോട്ടെ, ഇത് ഇഞ്ചി വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇഞ്ചി എന്ന് പറയുമ്പോൾ തന്നെ നമ്മളുടെ സ്റ്റൊമക്ക്, അതായത് വയറ് സംബന്ധമായിട്ട്, കുടൽ സംബന്ധമായിട്ട്, അതായത് നമ്മളുടെ ഇതിൽ പറയുന്നത് കുടൽ നന്നായ ഉടൽ നന്നായി എന്നാണ്. അപ്പോൾ കുടൽ നന്നാകുമ്പോൾ തന്നെ ഒട്ടുമിക്ക എല്ലാ രോഗങ്ങൾക്കും ഏറ്റവും നല്ലതാണ്. സ്ട്രെസ്സ് കുറയ്ക്കാനും, HB ലെവൽ, അതായത് ഹീമോഗ്ലോബിൻ ലെവൽ ഇൻക്രീസ് ചെയ്യാനും, ക്ഷീണം വിടാൻ പറയുന്ന ഒട്ടുമിക്ക എല്ലാ അസുഖങ്ങൾക്കും നല്ലതാണ്. ചെറു കുട്ടികൾ മുതൽ നമുക്ക് എങ്ങനെ വേണിച്ചാലും കൊടുക്കാം. ജാമായിട്ട് കഴിക്കാം, ലേഹിയായിട്ട് കഴിക്കാം. ഇതെങ്ങനെ ഉണ്ടാക്കുക എന്ന് വെച്ചാൽ 100 ഗ്രാം ഇഞ്ചി തോല് നീക്കം ചെയ്ത ശേഷം നന്നായിട്ട് അരയ്ക്കണം. അതേപോലെ തന്നെ ഡേറ്റ്സ് 250 ഗ്രാം. 100 ഗ്രാം ഇഞ്ചി എടുക്കുന്നുണ്ടെങ്കിൽ 250 ഗ്രാം ഡേറ്റ്സ്, അതായത് ഇതിൻ്റെ ഡബിൾ എടുക്കുക. അത് രണ്ടും കൂടെ കുരു കളഞ്ഞ ശേഷം നന്നായി വാഷ് ചെയ്തിട്ട് നന്നായി അരയ്ക്കുക. ഇത് രണ്ടും കൂടെ, ഈ രണ്ട് അരച്ച സാധനത്തിന് നമ്മൾ സിമ്മിൽ വെച്ചിട്ട് നന്നായി ചൂടാക്കുക. എന്നിട്ട് ശർക്കര പാനി എടുത്ത ശേഷം ആ വേസ്റ്റൊക്കെ കളഞ്ഞ ശേഷം ശർക്കര ഇട്ടിട്ട് നന്നായിട്ട് സിമ്മിലിട്ടിട്ട് ആക്കും തോറും അത് നല്ല കുറുകിയിട്ട് ജാം പരുവത്തിൽ വരും. ഇത്രയേ ഉള്ളൂ. 3 ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ജാമാണിത്. നിങ്ങൾക്ക് എങ്ങനെ വേണിച്ചാൽ ചപ്പാത്തിയുടെ കൂടെ കുട്ടികൾക്ക് കൊടുക്കാം. നല്ല മധുരമുള്ളതുകൊണ്ട് എല്ലാവരും കഴിക്കാനുള്ള ചാൻസ് ഉണ്ട്. നല്ല ഡേറ്റ്സ് ആണെന്ന് വെച്ചാൽ ഷുഗർ പേഷ്യൻസിന് വരെ കഴിക്കാം. ഇത് നമുക്ക് ചൂടാറിയ ശേഷം ഒരു 10 ഡ്രോപ്സ് ലെമൺ ജ്യൂസ്, അതായത് നാച്ചുറൽ പ്രിസർവേറ്റീവാണ് നമ്മളുടെ ലെമൺ, അത് നാരങ്ങ നീര് ഒരു 10 ഡ്രോപ്സും മിക്സ് ചെയ്തിട്ട് നിങ്ങൾ എയർ കണ്ടൻ്റ് ഉള്ള ഒരു ഗ്ലാസ് ബോട്ടിൽ അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാലം നിങ്ങൾക്ക് സൂക്ഷിക്കാൻ പറ്റും. അഥവാ വെള്ളത്തിൻ്റെ നനവ് ഉണ്ടെങ്കിൽ അതിൽ ഫംഗസ് വരും. അപ്പം നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിട്ട് ഇതിൻ്റെ കൂടുതൽ ക്വാണ്ടിറ്റി ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയെന്നുള്ള കമൻറ്റ് അറിയിക്കുക. ഓക്കെ, താങ്ക് യു.